അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിക്ർ പരിചയപ്പെടുത്തി തരാം. ഒരു ദിക്ർ നിങ്ങൾ ഈ ഒരു സഫർ ആദ്യ വെള്ളിയാഴ്ച നാളെ മഗ്‌രിബിൻ്റെ ഇടയിൽ നിങ്ങൾ ചൊല്ലി തീർത്തിട്ട് പടച്ച റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തോളി. ഉറപ്പായിട്ടും നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അതുപോലെ ഈ ഒരു സഫർ മാസത്തിൽ നമുക്ക് ഒരുപാട് ആപത്തുകൾ ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ആപത്തുകളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും വീട്ടുകാരെയും വീടിനെയും ഒക്കെ പടച്ച റബ്ബ് കാക്കും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മനസ്സമാധാനമുള്ള ജീവിതവും അതുപോലെ നമുക്ക് ബറക്കത്തുള്ള ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്ത് കാര്യം ചെയ്താലും ബറക്കത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ബിസ്മി പതിവാക്കണം. ഒന്നാമത്തെ ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഒരു ദിക്ർ നിങ്ങൾ 100 വട്ടം ചൊല്ലാൻ ശ്രമിക്കുക. എന്നിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ദിക്റുകളൊക്കെ ഒറ്റ ഇരിപ്പിൽ ചൊല്ലാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. ഒറ്റ ഇരിപ്പിൽ ചൊല്ലാൻ കഴിയുകയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് ഓരോ ദിക്റായിട്ട് ചൊല്ലി തീർക്കാം. എന്നിട്ട് നാളെ മഗ്‌രിബോടെ തീർത്തിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ മഹത്വം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബിസ്മി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാലും അതുപോലെ ബിസ്മി കൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു സാധിപ്പിച്ചു തരും. ബിസ്മി കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാം. നമ്മൾ എന്ത് കാര്യം ബിസ്മി ചൊല്ലി തുടങ്ങിയാലും അതിൽ അള്ളാഹു ബറക്കത്ത് തരും. അടുത്ത രണ്ടാമത്തെ ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ നിങ്ങൾ ജീവിതത്തിൽ ധാരാളം അധികരിപ്പിച്ചോളി. നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പുറത്തു കിട്ടാനായിട്ട് ഒരു കാരണമാവും. നമ്മളുടെ ദുആ സ്വീകരിക്കാൻ ഒരു കാരണമാവും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ ആ ഒരു തെറ്റ് അള്ളാഹു നമുക്ക് പുറത്തു തരും. ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും മതി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ഒരു ദിക്റും നിങ്ങൾ 100 വട്ടം ചൊല്ലാൻ ശ്രമിക്കുക. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് കാരണം നമ്മളിൽ നിന്നുള്ള പാപങ്ങൾ പൊറുക്കുകയും അതുപോലെ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. മൂന്നാമത്തെ ദിക്റാണ് സ്വലാത്ത്. ഈ ഒരു വെള്ളിയാഴ്ച രാവിലും പകലിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരു സ്വലാത്തിന് 10 ഇരട്ടിയായിട്ട് പ്രതിഫലം ഇഹത്തിലും പരത്തിലും കിട്ടും. അപ്പോൾ നിങ്ങളൊരു 100 സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും, ഉറപ്പായിട്ടും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വലാത്ത് ഒരു 100 വട്ടം, നിങ്ങൾക്ക് ഏതാണോ സ്വലാത്ത് കഴിയുന്നത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു സ്വലാത്ത് കഴിയണമെങ്കിൽ അത് 100 വട്ടം നിങ്ങൾ ചൊല്ലുക നബിയുടെ ഹളറത്തിലേക്ക്. നാലാമത്തെ ദിക്റാണ് അല്ലാഹു റബ്ബി. അല്ലാഹു റബ്ബി എന്ന ഈ ഒരു ഇസ്മ, ഈ ഒരു ദിക്ർ നിങ്ങൾ ഒരു 100 വട്ടം ചൊല്ലാൻ ശ്രമിക്കുക. ഈ ഒരു അല്ലാഹു റബ്ബി എന്ന് നമുക്ക് പറയാൻ കഴിയണം. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും നിന്റെ റബ്ബാരാന്ന്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയണം അല്ലാഹു റബ്ബി എന്ന്. അതുകൊണ്ട് എല്ലാവരും ഒരു 100 വട്ടം അല്ലാഹു റബ്ബി എന്ന് പറയുക. അഞ്ചാമത്തെ ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഈ ഒരു ദിക്റും നിങ്ങൾ ഒരു 100 തവണ പറഞ്ഞോളി. നിങ്ങൾക്ക് ഭക്ഷണത്തിൽ വിശാലത കിട്ടും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ ബറക്കത്ത് കിട്ടും. ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവാനും ഇത് കാരണമാണ്. അടുത്ത ആറാമത്തെ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ. ഈ ഒരു ദിക്റ് 100 വട്ടം ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണ്. അടുത്ത ദിക്റാണ് യാ ലത്തീഫു യാ അല്ലാ. ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് ഈ ഒരു ദിക്ർ 100 വട്ടം ചൊല്ലുക. എന്നിട്ട് ശേഷം നബിയുടെ ഹളറത്തിലേക്ക് ഒരു 33 സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ കൈകൾ രണ്ടും മുകളിലോട്ട് ഉയർത്തി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്തോളി. നിങ്ങളുടെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും. അതുപോലെ ഈ ഒരു സഫർ മാസത്തിലുള്ള മുസീബത്ത് നിന്ന് അള്ളാഹു നിങ്ങളെ കാത്തു രക്ഷിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇതുപോലെ ദിക്ർ ചൊല്ലാൻ ശ്രമിക്കുക. നമ്മെ എല്ലാവരെയും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ.